ആ കഴുത്ത് നോക്കി വെട്ടടാ. ഫസ്റ്റ് ഹിന്ദി അങ്ങോട്ട് പറഞ്ഞോളാ. എനിക്ക് തെറ്റ് കണ്ടുപിടിക്കാനല്ലേ അറിയുള്ളൂ, പറയാ അറിയില്ല. നിങ്ങളൊക്കെ രണ്ടുപേരും ഒന്നും മിണ്ടായിരിക്കും. അവങ്ങളെ കിൽഹേ ബായ്. നമ്മുടെ എല്ലാം ഭരണത്തിൽ ആളുകൾക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്റെ പ്രജകൾക്ക് എന്നെ ജീവന. എനക്ക് ഒരു പനി വന്നാൽ പോലും ഈ എൻ്റെ ആളുകൾക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പൊ തന്നെ കുറെ കാശ് വന്നിട്ട് എന്നോട് പോയി ചികിത്സയോളം പറഞ്ഞു. പക്ഷേ അളിയൻ ഈ ഇടയ്ക്ക് ഒരു ബസ് വാങ്ങിച്ചതിന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തെറിയാണല്ലോ. അത് എനക്കും എൻ്റെ മന്ത്രിമാർക്കും ചെലവ് കുറച്ച് ഒരു വണ്ടി വാങ്ങിയതാണ്. പിന്നെ അതിന്റെ പ്രതിഷേധം. താൻ കൂടുതലൊന്നും പറയണ്ട. മിണ്ടുമ്പോ പെട്രോളിന് വില കൂട്ടൽ, ടാക്സ് കൂട്ടൽ, ഡൈനാമിക് ഡിസിഷൻ, സമാധാനക്കുറവ്. തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും തന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുമോ? താനും വലിയ സംസാരമൊന്നും സംസാരിക്കുന്നു. തന്റെ ഒരാളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ലോകത്ത് യുദ്ധം മുഴുവൻ നടക്കുന്നത്. ട്വിറ്ററിൽ ചരിത്രം അറിയുന്ന ആൾക്കാരും അത് തന്നെയാണ് പറയുന്നത്. ശരി, എങ്കിൽ പിന്നെ നമുക്ക് ആ ടിൻഡർ അങ്ങോട്ട് ബാൻ ചെയ്താലോ? ടിൻഡർ അല്ലടോ ട്വിറ്റർ. അല്ലേലും എല്ലാം നിരോധിക്കുന്നതാണല്ലോ തന്റെ ഒരു സ്റ്റൈൽ. നമ്മൾ പേടിക്കൊന്നും വേണ്ടേ, ഈ സോഷ്യൽ മീഡിയ കിടന്ന കുറവ് മാത്രമേ ഉള്ളൂ. എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. സഹി കെട്ടാൽ അവന്മാര് നമ്മളെ കയറി അങ്ങ് ഉടുക്കും. ഉറപ്പല്ലേ? അപ്പോഴേക്കും നമ്മളൊക്കെ പുകയാകും. നമ്മുടെ ഭാവി തലമുറ സഹിച്ചാ പോരെ. ഈ വീട്ടിലെ പണി എടുത്തെടുത്ത് ഞാൻ ചാവുള്ളൂ. ഒരു മനുഷ്യനല്ലേ സഹായിക്കാൻ. കുറെ കാലമായല്ലോ, എന്താണാവോ? ഹലോ. Hey Gabri. Sir. Hope you're good. You have a job. Get ready. It's far. ശരി സർ. ശരി സർ. ഓക്കെ സർ. ചോറും കറി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണേ. ഓക്കെ. ഡ്രസ്സിന് നീളം കൂടി. ഹലോ ചേച്ചി, ഞാനേ ഗബ്രിയാണ്. ഞാൻ അർജന്റായിട്ട് ഒരു വർക്കിന് പോവാം. കൊച്ചു സ്കൂളിൽ നിന്ന് വന്ന് ഒന്ന് കേട്ടിരിക്കണേ. ഓക്കെ, ഞാൻ ഒരു വർക്കിന് പോവാ. ഓക്കെ. എന്താണെന്തോ ഒന്ന് പൊട്ടിക്കണ. ഈ മെസ്സഞ്ചറിന് എന്തോ കുഴപ്പം പറ്റിയെന്ന് മെസ്സേജ് വന്നല്ല. അത് എമർജൻസി അലേർട്ട് മെസ്സേജ് ആണെന്ന് തോന്നുന്നു. എടോ ഇടയന്മാരെ, മെസ്സഞ്ചർ കേടായിന്നല്ല. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതുണ്ട്. എന്റെ പുറകെ വന്നോളൂ. ഒന്ന് വീട് വരെ പോയിട്ട് വന്നാ മതിയാ? ഒന്നും പറ്റൂല, ഇപ്പൊ തന്നെ പോണം. ഭാര്യയുടെ വിധവ പെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു, വാങ്ങാന്ന്. വാടാ, പോയി കൊച്ചിനെ കണ്ടേച്ചും വരാം. എന്നാ വാ. എന്റെ വായിലൊക്കൊന്നില്ല അണ്ടർവെയർ ഇടാൻ തോന്നി. നീ കൊടുക്കണ്ടേ? പൈസ എന്റെ അച്ഛ ഇടും. എന്റെ ഇത്തിരി കണ്ടോണ്ട് എന്റെ കയ്യില് ഇതേ ഉള്ളു. ഇതൊക്കെ നമുക്ക് ആറാമാടാ. കുന്തിരിക്കാടോ. അപ്പൊ ഇതോ ഇതെന്താണ്? പാൻ മസാല ഉപയോഗിക്കരുത് കേട്ടോ. ഹലോ ഗബ്രി, കേറ്റി വിടൂ. ഗബ്രി ഇങ്ങോട്ട് വരുന്നു. ഹായ് ഗൈസ്. ഫൈനലി നിങ്ങൾക്ക് ഒരു രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരണം. അതെ, ഇപ്പൊ പുറപ്പെട്ടാല വൈകുന്നേരം മുമ്പ് അവിടെ എത്തുള്ളൂ. ഓൾറെഡി റിവ്യൂ എടുത്തിട്ട് പോയ പോരെ. നമുക്ക് നമ്മുടെ ബസ്സിലങ്ങ് പോയാലോ? എത്തിട്ടോ, നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അല്ല, ഞാനൊന്ന് ചെലവ് കുറയ്ക്കാനായിട്ട് പറഞ്ഞാണ്. കുട്ടിക്ക് പേര് വല്ലതും കണ്ടോ ഗബ്രി? ഇല്ല. പേരിടാനാണെങ്കിൽ ഓനാണ് ബെസ്റ്റ്. നിങ്ങളൊന്ന് ഇറങ്ങുണ്ടോ? നമുക്ക് അങ്ങോട്ട് നീങ്ങാം.
അങ്ങനെ ഒരു താരുടെ ഇത് സേവ് ചെയ്ത് നമ്പർ എടുക്കുന്നില്ല, പിന്നല്ലേ അറിയാത്ത നമ്പർ. ഇത് തിണ്ടിയാണ്. ഹലോ. താങ്കൾക്ക് 2 മെസ്സേജ് വന്നായിരുന്നു, നോക്കിയായിരുന്നോ? അല്ല, ഞാൻ ഈ മെസ്സേജ് നോക്കാറില്ലേ. 2 പ്രാവശ്യം വിളിച്ചായിരുന്നു, എന്തേ എടുക്കാഞ്ഞേ? അതോ, അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സ്പാമെന്നാ കണ്ടേ, അതാ എടുക്കാഞ്ഞേ. എന്തായിരുന്നു? ഫസ്റ്റ് എന്റെ പൊന്നടാവേ, തനിക്കൊരു കൊച്ചുണ്ടായിട്ടുണ്ട്. എനിക്കോ? ആ, നമ്പറൊന്നും മറിപ്പെടില്ലല്ലോ. ഇല്ലടോ, ഒരുപാട് വിശേഷതകളുള്ള ഒരു കുഞ്ഞാണവൻ. അവനെ കാണാൻ 3 രാജാക്കന്മാരും 3 ഇടയന്മാരും മാലാഖമാരും ഇന്ന് തന്റെ വീട്ടിലെത്തിച്ചില്ല. ഇപ്പൊ പ്രവർത്തിപ്പിച്ചോണ്ടിരിക്കുന്ന യന്ത്രമൊക്കെ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകും. ബായ്, ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് വരാം. മൊയിലാളി കപ്പട. ആ, ഓക്കെ. ദൈവത്തിന്റെ ഒരേ സമ്മാനങ്ങള്. കോൺസെൻട്രേഷൻ പോണതാ. ഇവിടെ മുഴുവൻ മതിലുകളാണല്ലോ. വല്ല VIP മെനു. നീ സൂപ്പറാടാ. ആ ശരിടാ. ചേട്ടാ നേരപ്പോ കുറെ നേരമായില്ല. ലെഫ്റ്റ് അവിടെ പുഴയാണ് പെണ്ണുമ്പിള്ള. ആഫ്റ്റർ 100 meters. അത് വേണേ. ഗൂഗിൾ മാപ്പുള്ളത് നന്നായി. അതെ, അതുകൊണ്ട് നമ്മൾക്ക് ഇതുപോലെ കിടന്നുറങ്ങാം. ഈ വണ്ടി പെട്രോളാ ഡീസലാ? അറിഞ്ഞിട്ട് ഈ എന്തിനാണ്? വില കൂട്ടാനാണ്. ബോംബ് വയ്ക്കാൻ. താൻ കൂട്ടിയാൽ ഇനി ഞാനും കൂട്ടും. ആ, ഈ സ്ഥലം എനിക്കറിയില്ല. ഈ ഓട്ടോടെ കാശൊക്കെ ആര് കൊടുക്കൂടെ? അതിപ്പോ ലാഭമായല്ലോ. പയ്യെ ചാടി ചേട്ടാ. എന്ത് നല്ല റോഡാലത്, ചന്ദ്രലെത്തിയ പോലെ. ആ, എനിക്കറിയാം. എൻ്റെ അമ്മ വീട് ചന്ദ്രനാണല്ലോ, ഞാൻ പോയിട്ടുണ്ട്. അടുത്ത ഇലക്ഷൻ ഉള്ളേടേത്? ഇത് രണ്ടുമല്ല, വാട്ടർ അതോറിറ്റി കുഴി കുത്തിയതാ. This is the place. നമ്മൾ എത്തി ഗൈസ്. കമൺ. ഇത് ഏത് ജില്ല? വെയിറ്റ് ചെയ്തു. ഇതില് കുറവാണ് കേട്ടോ, അഹങ്കാരം കണ്ടേ. ഇവിടെ മൊത്തം ഡാർക്കല്ലേ. എടാ, ഗബ്രി എവിടെ പോയി? പറഞ്ഞോലെ ഗബ്രി എവിടെ പോടാ? ഇവന്മാരാരിത്? നമ്മൾ എത്തി ഗൈസ്. ന്യൂയോർക്കിന്റെ ക്വാളിറ്റി ഉള്ള റോഡാണല്ലോ. തന്റെ വീടിരിക്കുന്ന ജംഗ്ഷൻ ഉണ്ടോ ന്യൂയോർക്ക്? കിടക്ക് പുറത്ത്. ആദ്യം താൻ കിടക്ക് ഗബ്രിയാണല്ലേ? നാരണ്ട് പ്രാണായാമം ചെയ്തിട്ട് ഇവന്മാരായിരുന്നു, വെറുതെ അല്ല. ഇനി ആ നക്ഷത്രം നിങ്ങൾക്ക് വഴി കാണിക്കും. എനിക്ക് പെട്ടെന്നൊന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. കൊച്ചെന്നെ കാണാണ്ട് കരയാണ്. അപ്പൊ ഓക്കെ. ഇവിടെയല്ലേ നമ്മളിപ്പോ ഉണ്ടായിരുന്നത്? ഗബ്രി വന്ദേ ഭാരതിനാ പോണോ? അല്ല, 2 day ഭാരതിൽ. നിങ്ങളൊക്കെ ആരാ? ഹം പ്രജകൾ ഹേ രാജാവേ. ഇവന്മാർക്ക് നമ്മളെ തീര ബഹുമാനം ഇല്ല. നമ്മളാണ് ഇവരുടെ വോട്ട് മേടിച്ച് ജയിച്ചത്. നമ്മളാണ് അവരെ ബഹുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് എന്നെ പോലെ മെഷീൻ മാറ്റി വെച്ച പോലെ. ഇയാളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ പോട്ടെ. അല്ല, നിങ്ങളെങ്ങോട്ടാ? ഞങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് വന്നായിരുന്നു. ദ മെസ്സഞ്ചർ ഈസ് ബോൺ എന്നും പറഞ്ഞു. പിന്നെ ഗബ്രിയാ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അതെങ്ങനെ ശരിയാവും? ഗബ്രി ഇത്ര നേരം ഞങ്ങളുടെ കൂടെ കാറിലുണ്ടായിരുന്നല്ലോ. ഗബ്രി എന്താ കുടുംബിയാ? ചിത്രത്തെ ഫോളോ ചെയ്യാനല്ലേ ഗബ്രി അമ്മയോട് തന്നെ നമ്മ എന്നാ അങ്ങനെ ആവട്ടെ. ആവോ മേരെ പ്യാരെ ദേശവാസിയും. സാറേ, എൻ്റെ ഉമ്മാന്റെ പെൻഷൻ ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. എല്ലാം എനിക്ക് ബോധ്യമുണ്ട്. ഞാനൊരു വിധവാ പെൻഷന് ഞാൻ ഇതുവരെ എന്റെ മന്ത്രിമാരുടെ കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ തൊട്ട് ഇവിടം വരെ. അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നക്ഷത്രം അവിടെ നിൽപ്പുണ്ട്. ഏത് നക്ഷത്രത്തെ നോക്കണ്ട? ആകാശം മൊത്തം നക്ഷത്രമാണല്ലോ.
ഊരി പിടിച്ച കത്തിണ്ടെങ്കിൽ എടുത്ത് വെച്ചോ. എന്തിനാ നടുക്കെ കൂടെ സ്കേറ്റ് ചെയ്ത് കളിക്കാനാണ്? പാമ്പിനെ വെട്ടിക്കൊല്ലാം. താൻ അമേരിക്കയ്ക്ക് വന്നാൽ ശരിക്കുമുള്ള ന്യൂയോർക്ക് കാണിച്ചു തരാം. പിന്നെ പാല ഹായ് പോയാ. ഓ നോ, മണ്ടൻ ബ്രിഡ്ജ്. ഈ പാലവും നിങ്ങൾ തന്നെയാണോ പണിതത്? നടക്ക് വെള്ളം കിട്ടിയാൽ നന്നായിരുന്നു. ന്യൂയോർക്കിന് വരുന്ന പാലം പണിയാൻ ഇനി പറ്റില്ലേ? ന്യൂയോർക്കിനെ പറ്റി താൻ മിണ്ടരുത്. എടോ ഇതിൽ പതിവിലും കൂടുതൽ കമ്പിയിട്ടല്ലോ. ഇത് മുളകൊടിയില്ലേ? ഒരു ലൈഫ് ജാക്കറ്റ് അവിടെ ആര് ഭരിക്കണമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. സൂക്ഷിച്ചിറങ്ങാം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഇങ്ങനെ ആക്കി. ചെളി. ഇവിടെ എത്ര പൊളിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഈ നാടിന്റെ ഓരോ വികസനങ്ങളെ എന്റെ പദ്ധതിയാ. ആ അതിന്റെ കാണാനുണ്ട്. അപ്പൊ സ്ഥലം. അയ്യോ എല്ലാരും വന്നു തോന്നില്ല. കാത്തേന്ന് മുഷിഞ്ഞാണോ? വീട് ഇത് തന്നെയാണോ? ഇത് തന്നെ ആയിരിക്കണം. അരെ ചേച്ചി നോക്കണ്ട, വീട് ഇത് തന്നെയാണ്. ഒരുപാട് നേരെ വന്നിട്ട് റോഡ് മുഴുവൻ കുഴിയായോണ്ടാണ് ലേറ്റ് ആയത്. എടി മേരി, എടി മേരിയേ, ധാരക്കെ വന്നേക്കുന്നത് നോക്കിയേ. എടി ഗബ്രിക്കുട്ടി ചിറകുള്ള ഹോംലേഴ്സ്. ചിറകൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്താ ബ്രോ മോടയാണ്? ഭൂമിക്ക് അനുഗ്രഹമായി ഇന്നുണ്ണി പിറന്നിരിക്കുന്നു. നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ലെറ്റ്സ് എൻജോയ്. പിറന്നല്ലോ പിറന്നല്ലോ ഉണ്ണിയേശു പിറന്നല്ലോ പുൽക്കൂട്ടിൽ പിറന്നല്ലോ. പിറന്നല്ലോ പിറന്നല്ലോ ഉണ്ണിയേശു പിറന്നല്ലോ ബെത്ലഹേമിൽ പിറന്നല്ലോ. രാജാക്കന്മാർ ആഹ്ലാദിച്ചു, മാലാഖമാർ ആഘോഷിച്ചു, നാട്ടുകാരും സന്തോഷിച്ചു, എല്ലാവർക്കും സന്തോഷം. രാജാക്കന്മാർ ആഹ്ലാദിച്ചു, മാലാഖമാർ ആഘോഷിച്ചു, നാട്ടുകാരും സന്തോഷിച്ചു, എല്ലാവർക്കും സന്തോഷം. കോറസ് പിറന്നല്ലോ പിറന്നല്ലോ ഉണ്ണിയേശു പിറന്നല്ലോ ബെത്ലഹേമിൽ പിറന്നല്ലോ. പിറന്നല്ലോ പിറന്നല്ലോ ഉണ്ണിയേശു പിറന്നല്ലോ പുൽക്കൂട്ടിൽ പിറന്നല്ലോ. എന്താടി എന്താടി മേരി? കൊച്ചിനെ കാണുന്നില്ല. കൊച്ചകത്തല്ലേ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ പോനെ? നോക്കി. നീ നന്നായിട്ട് ഒന്നുകൂടെ നോക്കിക്കേ. കൊച്ചിനെ കാണണോ? നീ വാ നോക്കാം വാ. ടെൻഷനായില്ല. ഹലോ ഹലോ സാറേ. അതെ ഗബ്രി, ഒരു പ്രശ്നമുണ്ടല്ലോ. ആ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്റെ ഭാഗത്തുനിന്ന് വന്നാന്നേ. സാറ് ഒരുമാതിരി വൃത്തിയായിട്ട് വർത്താനം പറയരുത്. കൊച്ചിന്റെ അച്ഛനും അമ്മയും ഇവിടെ കൊച്ചിനെ കാണാണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ടിരിക്കുക. സാറ് നാട്ടുകാർ കൂടിയിട്ടുണ്ട്, അവരെന്നെ പിടിച്ച് പഞ്ഞിക്കരുത്. എന്റെ ഗബ്രി, നിങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. ഞാനേ ടൈം മെഷീൻ തിരിച്ചപ്പോ ജസ്റ്റ് ഒരു 2000 വർഷം അങ്ങോട്ട് കൂടി. അപ്പൊ ആ ചെക്കനെ അങ്ങോട്ട് വിട്ടിട്ട് ഒരു കാര്യമില്ല. എന്തുമാത്രം പാവങ്ങളെ കണ്ടുവരും. എന്നാന്ന് പണ്ടാണെങ്കിൽ ആകെ കുറച്ച് പാവമല്ലോ. സാറ് ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കരുത്. സാറിന് തോന്നുമ്പോ കൊച്ചിനെ എടുത്ത് കളയാനാണോ? ഞാൻ 10 മാസം മുമ്പ് പറ്റേ. സാറ് കൊച്ചിനെ വിട്ടാന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിരാഹാരം കിടക്കും. അല്ല ചേച്ചി, വേറെ ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചുവിടലൊന്നും നടക്കത്തില്ല. ഞാൻ പോയേക്കുവാ. എനിക്ക് ഞാൻ ചെയ്ത തെറ്റ് കുറച്ച് തിരുത്താണ്. അപ്പൊ ശരി, തലരുത്ത് മേരിക്കുട്ടിക്ക് തലരുത്ത്. അങ്ങനെ സ്വഭാവത്തിന് ഇതിനും വലുതെന്ന് വരരുത്. പണി ഞങ്ങൾക്കല്ലേ കിട്ടി. ഇനി ഭാരം മാറ്റി വെച്ചേക്കാം, ഓടാൻ എളുപ്പം. സർവീസിന് കൊടുക്കാം. അവിടെ ഒരു ഹോക്ക് കിട്ടുമോ? ഇപ്പൊ ചെന്ന് അമ്മയോട് എന്താ പറയാം, planning? പുള്ളി വെള്ളം ഒഴിക്കരുത്. ഇനി അവിടെ എന്താണോ ചവിട്ടല്ലേ ചവിട്ടല്ലേ ചവിട്ടല്ലേ. ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ടല്ലോടാ. എല്ലാരും പോക്കറ്റൊക്കെ ശ്രദ്ധിക്കണം. ഇതെല്ലാം മുകളിലിരുന്നൊരുത്തൻ കാണുന്നുണ്ടായിരുന്നു. ഭൂമിയിൽ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. പൊതുവെ മനുഷ്യരുടെ ഒരു വൈബ് ഇങ്ങനെയാണ്.
അവരുടെ ചിന്തകളും പ്രവൃത്തികളും ഏത് ദിശയിലേക്കാണ് തുള്ളിച്ചാടുന്നതെന്ന് അവർക്ക് പോലും വലിയ ധാരണയില്ല. എന്നിട്ടും ലോകത്തിൻ്റെ മാറ്റമറിയാതെ നടക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇതുപോലെ കൊച്ചു തിരിച്ചു വന്നോ?